അറ്റ്ലിയും അല്ലുവും ഒന്നിക്കുന്നു. സൺ പിക്ചേഴ്സ് ഒരുക്കുന്നത് വൻ വിസ്മയം. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർക്ക് സന്തോഷ വാർത്തയുമായി അല്ലു അർജുന്റെ പിറന്നാൾ ദിനത്തിൽ അറ്റ്ലി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം. ലോക സിനിമയിൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമുയർത്തുന്ന രീതിയിൽ ഒരുങ്ങുന്ന പ്രൊജക്ടിന്റെ നിർമ്മാണം സൺ പിക്ചേഴ്സ് ആണ്. അറ്റ്ലി ഇതുവരെ ചെയ്ത ജേണറുകളിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം ആഗോള പ്രേക്ഷകരെ ആകർഷിക്കുമെന്ന് ഉറപ്പാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറുന്ന എമ്പുരാൻ വീണ്ടും ഒരു നേട്ടം കൂടി പിന്നിട്ടു. കേരളത്തിൽ നിന്ന് മാത്രമായി 80 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ നേടുന്ന ചിത്രമെന്ന നേട്ടമാണ് എമ്പുരാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. നിർമ്മാതാക്കൾ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ആഗോള കളക്ഷനിൽ 100 കോടി തിയേറ്റർ ഷെയർ നേടുന്ന ആദ്യ മലയാള ചിത്രമായി എമ്പുരാൻ മാറിയിരുന്നു. 250 കോടി ആഗോള കളക്ഷനിലൂടെ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റടിക്കുകയും ചെയ്തിരുന്നു. നടി ഭാവന ആദ്യമായി നിർമ്മാണ പങ്കാളിയാകുന്ന ത്രില്ലർ ചിത്രം അനോമി തിയേറ്ററുകളിലേക്ക്. ഭാവന ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നടി ഭാവന ആദ്യമായി നിർമ്മാണ പങ്കാളിയാകുന്നു എന്ന പ്രത്യേകതയും അനോമിക്കുണ്ട്. ഭാവനയും റഹ്മാനുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായ റിയാസ് മാരാത്ത് ആണ്. രോമാഞ്ചം ഹിന്ദിയിൽ. കപ് കി മെയ് 23 തിയേറ്ററുകളിലെത്തും. സൗബിൻ ഷാഹിറിനെ നായകനാക്കി ജിത്തു മാധൻ രചനവും സംവിധാനവും ചെയ്ത രോമാഞ്ചം എന്ന ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പാണ് കപ് കി. പ്രശസ്ത സംവിധായകൻ സംഗീത് ശിവനാണ് ചിത്രം ഹിന്ദിയിൽ സംവിധാനം ചെയ്യുന്നത്. ചിത്രം മെയ് 23 തിയേറ്ററുകളിലെത്തും. ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം സി സ്റ്റുഡിയോസ്, ബ്രാവോ എന്റർടൈൻമെന്റ്സ് എന്നീ ബാനറുകളിൽ ജയേഷ് പട്ടേൽ ആണ് നിർമ്മിക്കുന്നത്. തുടരും റിലീസ് തീയതി പ്രഖ്യാപിച്ചു. എമ്പുരാന് ശേഷം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തുടരും എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. മോഹൻലാൽ ശോഭന താരജോഡി വീണ്ടും ഒന്നിക്കുന്ന ചിത്രം ഏപ്രിൽ 25 പുറത്തിറങ്ങുമെന്നാണ് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംവിധായകൻ തരുൺ മൂർത്തിയും മോഹൻലാലും ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റർ പങ്കുവച്ചു. ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസ് മെയ് 9. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ദിലീപിന്റെ 150ാം ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടു. അടുത്ത മാസം മെയ് 9 ചിത്രം തിയേറ്ററുകളിലെത്തും. നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി തികച്ചും ഒരു കുടുംബ ചിത്രമാണ്. ചിത്രത്തിൽ ദിലീപിന്റെ അനുജന്മാരായി എത്തുന്നത് ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കബുമാണ്. 1 വർഷത്തിന് ശേഷമാണ് ഒരു ദിലീപ് ചിത്രം പ്രേക്ഷകരിൽ എത്തുന്നത്. നോർത്ത് ഇന്ത്യയിൽ മാർക്കോ തന്നെ. എമ്പുരാന് തകർക്കാനാവാതെ ഈ റെക്കോർഡ്. എമ്പുരാൻ മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റടിച്ച് 250 കോടി ആഗോള കളക്ഷൻ നേടിയിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും ഹിന്ദിയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമെന്ന മാർക്കോയുടെ റെക്കോർഡ് എമ്പുരാന് തകർക്കാനായിട്ടില്ല. 17.5 കോടി നേട്ടവുമായി മാർക്കോയാണ് നോർത്ത് ഇന്ത്യയിൽ എമ്പുരാന് മുന്നിലുള്ളത്. 3 കോടിയിൽ താഴെയാണ് നോർത്ത് ഇന്ത്യയിലെ എമ്പുരാന്റെ കളക്ഷൻ. ARM-ഉം ആടുജീവിതവുമാണ് നോർത്ത് ഇന്ത്യൻ കളക്ഷനിൽ എമ്പുരാന്റെ പിന്നിലുള്ളത്.